ഓക്കെ ഗേയ്സ്, ഇന്ന് നമ്മുടെ രാജുവേട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. നമുക്കപ്പോൾ കേക്കൊക്കെ മുറിക്കണം, എന്നിട്ട് ആഘോഷമാക്കണം. കഴിഞ്ഞ കൊല്ലം പിന്നെ വലിയ കാര്യമായിട്ട് ആഘോഷിക്കാൻ പറ്റിയില്ല. ഇപ്രാവശ്യം നമുക്ക് ഗംഭീരാക്കണം. നമുക്കിനി പോയിട്ട് കേക്കൊക്കെ മേടിക്കണം, കേക്ക് മേടിക്കണം, ഗിഫ്റ്റ് മേടിക്കണം, അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. നമുക്കപ്പോൾ അതൊക്കെ ചെയ്യാം. ആദ്യം നമുക്ക് രാജുവേട്ടന് ഒരു ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ. എന്താപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുക? ഒരു കാര്യം ചെയ്യാം, നമുക്ക് രാജുവേട്ടനെ ഒരു കാറങ്ങ് വാങ്ങിച്ചു കൊടുക്കാം. ഇതെന്തത്? KSRTC സ്റ്റാൻഡാ? ഇവിടെ എല്ലാ ബസ്സുകളും പാർക്ക് ചെയ്തിട്ടേക്കാണല്ലോ. ഈ ബസ്സുകാർ കാരണം ഇവിടെ റോഡ് മൊത്തം ബ്ലോക്കായി. അതെ, ഒരു കാര്യം ചെയ്യാം, ഈ വണ്ടികൾ നമുക്ക് നശിപ്പിച്ചളയാം, ആർപ്പിച്ച് വിടാം. എന്നാ പിടിച്ചോ. ഇതെന്താണ്ടായേ? എൻ്റെ താറിന് തീ പിടിച്ചല്ലോ. ഞാൻ ആ ബസ്സുമ്മളേക്ക് ആർപ്പിച്ച് വിട്ടെ, പക്ഷെ താർമ്യം കൊണ്ടു. അതിപ്പോൾ സീനില്ല. എന്തായാലും നമ്മൾ ഷോറൂമിലേക്ക് പോണേ, നമുക്കൊരു പുതിയ കാറങ്ങ് മേടിക്കാം. ഇത് പിന്നെ കണ്ടില്ലേ, പോലീസുകാരും ഇങ്ങോട്ടേക്ക് വന്നുട്ടാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ പോലീസുകാരെയും തീർത്തളയാം. അല്ലെങ്കിൽ ഉമ്മാരെന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോവേ. അതിപ്പോൾ ഏതായാലും വേണ്ട, എനിക്ക് ജയിലിൽ കിടക്കാൻ താല്പര്യമില്ല. എനിക്ക് പിന്നെ 5 സ്റ്റാർ കിട്ടിയേ. ഇഷ്ടം പോലെ പോലീസുകാർ ഇങ്ങോട്ടേക്ക് വരും, എല്ലാത്തിനും തീർത്തളയാം. ഒരാളിനെയും ബാക്കിക്കണ്ട. ചാവട അങ്ങോട്ട്, ചാവ്. ഓക്കെ, ഇവിടെ എങ്ങനെ പോലീസൊക്കെ പോയിക്കാനട്ടാ, എല്ലാത്തിനും തീർത്തളഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം. എങ്ങനെ ഇപ്പോൾ ഷോറൂമിലേക്ക് പോവാ? എൻ്റെ താറിന് തീ പിടിച്ച്. അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ട്രാക്ടർ അടിച്ചു മാറ്റാം. ഇറങ്ങണ വണ്ടിന്ന്. ഇനി മുതൽ ഈ വണ്ടിയെ എൻ്റെ സ്വന്താ. എന്നാ പിന്നെ ശരിയപ്പോൾ നമുക്കപ്പോൾ ഈ ട്രാക്ടറും കൊണ്ട് നേരെ ഷോറൂമിലേക്ക് പോവാം. ഈ ട്രാക്ടറിന് പിന്നെ തീരെ സ്പീഡില്ല ഏട്ടാ. വേറെ വല്ല വണ്ടി എടുത്താൽ മതിയായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, ഷോറൂം പിന്നെ ഇവിടെ അടുത്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, നമ്മളങ്ങനെ ഷോറൂമിലേക്ക് വന്നേക്കാ. ഈ ട്രാക്ടർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ ആവശ്യമില്ല. ഷോറൂമിലെ വണ്ടിയൊന്നും ഇല്ലേ? നമുക്ക് രാജേട്ടന് ഒരു കാറ് മേടിച്ചു കൊടുക്കണ്ടേ? ഇവിടെ വല്ല കാറുണ്ടാ? ഇവിടെ പോർഷൊക്കെ ഉണ്ട്. നമുക്ക് പക്ഷേ പോർഷ ഒന്നും വേണ്ട, അത്രയ്ക്ക് പൈസ ഇല്ല. നമുക്കപ്പോൾ ഒരു ഫോർച്യൂണർ മേടിക്കാം. ആ ഫോർച്യൂണർ അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്തു. ഇനി അതിൻ്റെ ഡെലിവറി എടുക്കാം. ഡെലിവറി പിന്നെ ഷോറൂമിൻ്റെ ബാക്കിലാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രാൻഡ് ന്യൂ ഫോർച്യൂണർ. സംഭവം നൈസ് വണ്ടിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് നൈസ് കാറാ, അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോവേ. ഈ വണ്ടിയുടെ കളറ് അത്ര ശരിയില്ല കേട്ടാ, ഒരു വൈറ്റ് കളറാ. നമുക്കേ ഈ വണ്ടി മോഡിഫൈ ചെയ്യാം. ഇവിടെ പിന്നെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അത് ബെന്നിയുടെ വർക്ക്ഷോപ്പാ. ബെന്നി പിന്നെ ഫ്രീ ആയിട്ട് വണ്ടി മോഡിഫൈ ചെയ്യും. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ വർക്ക്ഷോപ്പിൽ വന്നേക്കാ. ഇതാണ് ബെന്നിയുടെ വർക്ക്ഷോപ്പ്. നമുക്കപ്പോൾ അകത്തേക്ക് കയറാം. എന്നിട്ട് ഈ വണ്ടിയില്ലേ അത് പെടയായിട്ട് മോഡിഫൈ ചെയ്യാം. നമുക്ക് ആദ്യമേ ഈ വണ്ടിയുടെ കളർ മാറ്റാം. ഏത് കളർ കൊടുക്കുക? നമുക്ക് റെഡ് കൊടുക്കാം കേട്ടാ. ഗ്ലാസ് നമുക്ക് ടിൻ്റ് അടിക്കാം, അത് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അലോയ്സ് മാറ്റാം. ഈ കാണുന്ന അലോയ്സ് വലിയ കുഴപ്പമില്ല. അലോയ്സിന് നമുക്ക് പച്ച കൊടുക്കാം. പച്ച കളറ് നൈസായിട്ടുണ്ട്. ഇതിൻ്റെ സൈസും കൂട്ടാണ്ടാ. പിന്നെ ഇതിൽ എന്താ ചെയ്യണ്ടേ? സ്റ്റിക്കർ ഒട്ടിക്കണ? സ്റ്റിക്കർ ഒട്ടിക്കാണ്ട. ഫ്രണ്ടിൽ, ബാക്കിൽ, സൈഡിൽ എല്ലായിടത്തും സ്റ്റിക്കർ ഒട്ടിക്കാം. ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഞാനങ്ങനെ എല്ലായിടത്തും സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ഇത്രയ്ക്ക് മതി. ഇനിയിപ്പോൾ നമുക്ക് നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് സ്മോക്കിൻ്റെ കളറില്ലേ അത് പച്ച കൊടുക്കാം, അത് മതി. നമ്മളങ്ങനെ ഈ വണ്ടി ഫുള്ളി മോഡിഫൈ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നേരെ ബേക്കറിയിൽ പോവാട്ടാ. രാജുവേട്ടന് നമുക്ക് കേക്കൊക്കെ മേടിക്കണ്ടേ? ബേക്കറി പിന്നെ ഇവിടെ അടുത്താണ്, അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ ബേക്കറിയിൽ വന്നേക്കാ. രാജുവേട്ടന് ഏത് കേക്ക് മേടിക്കുക? ഏത് ഫ്ലേവർ മേടിക്കുക? ചോക്ലേറ്റ്, സ്ട്രോബെറി, വാനില? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് മേടിക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, ഇവിടെ ഞാൻ കേക്കൊക്കെ മേടിച്ചേക്കാണ് കേട്ടാ. അത് ഞാൻ വണ്ടിയുടെ ഡിക്കിയിൽ വെച്ചു. എനിക്ക് പക്ഷേ ബ്ലാക്ക് ഫോറസ്റ്റ് കിട്ടിയില്ല, വേറെ ഏതൊരു ഫ്ലേവർ കിട്ടിയേ. വാഞ്ചോയാ അങ്ങനെ എന്തൊരു ഫ്ലേവർ കിട്ടിയേ. എന്തിട്ടാലും കുഴപ്പമില്ല. ഒരു മിനിറ്റ്, എന്നെ ആരോ വിളിക്കണ്ടല്ലോ. ഈ നേരത്തെ ഇപ്പോൾ ആരാ വിളിക്കണേ? ഇതാ ഫ്രാങ്ക്ലിൻ അല്ലേ? എടാ ഫ്രാങ്ക്ലിന്, എന്താ വിളിച്ചേ? എന്താ കാര്യം? എടാ ജാക്കേ, ഇന്ന് നിന്റെ രാജുട്ടൻ്റെ ബർത്ത്ഡേ ആണല്ലേ?
ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. നീ വേഗം വീട്ടിലേക്ക് പോയോ? ആടെ ഫ്രാങ്ക്ലിന്, ഞാൻ ദേ വരുന്നു. ഓക്കെ ഗേസ്, ഇവിടെ ഇപ്പോൾ ഫ്രാങ്ക്ലിനില്ലേ നമ്മുടെ വീട്ടിലേക്ക് വന്നേക്കാൻ കേട്ടാ. രാജുട്ടന് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നെന്നാ പറഞ്ഞേ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മളെങ്ങനെ വീട്ടിലേക്ക് വന്നേക്കാ. ഈ കാറില്ലേ നമുക്ക് അകത്ത് പാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചു മാറ്റേ. ഫ്രാങ്ക്ലിൻ പിന്നെ വന്നു എന്ന് പറഞ്ഞേ. നമുക്കപ്പോൾ അകത്ത് കയറി നോക്കി നോക്കാം. ആ, ഫ്രാങ്ക്ലിൻ ദേ ഇവിടെ നിൽക്കുന്നുണ്ടാ. അവൻ പിന്നെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു. ഞാൻ ദേ കേക്കും കൊണ്ടുവന്നു. നമുക്കപ്പോൾ ഈ കേക്ക് അങ്ങ് മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ രാജുട്ടാ. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തൊരു ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.